ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വി ലാമാബി ഫ്രം ട്രാവലിംഗ് ബൈസെപ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കശ്മീർ യാത്രയെ പറ്റിയാണ്. കശ്മീർ യാത്ര നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരേണ്ടത്, എന്തൊക്കെ വഴിയാണ് അവിടെ എത്തിച്ചേരാനുള്ളത്, എത്ര ദിവസത്തെ യാത്രയാണുള്ളത്, എത്ര ദിവസം നമുക്ക് കാശ്മീർ മൊത്തമായിട്ട് ചുറ്റിക്കാണാൻ വേണം, എവിടെ താമസിക്കണം, എന്ത് കഴിക്കണം, അങ്ങനെ കാശ്മീരിനെ പറ്റിയുള്ള ഒരു ഫുൾ ലെങ്ത് ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഫസ്റ്റ്. അപ്പോൾ എങ്ങനെ കശ്മീരിൽ അതായത് ശ്രീനഗറിൽ നമുക്ക് എത്തിച്ചേരാം? പ്രധാനമായിട്ട് നമുക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് ട്രെയിൻ മാർഗം, അടുത്തത് ഫ്ലൈറ്റ്. സോ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് കൊച്ചി ടു ഡയറക്റ്റ് ശ്രീനഗർ ഫ്ലൈറ്റ്സ് ഉണ്ട്, കണക്റ്റഡ് ആയിരിക്കും. ഡൽഹി വിയ കണക്റ്റഡ് ഫ്ലൈറ്റ്സ് ആണ്. അതല്ലെങ്കിൽ കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ശ്രീനഗർ. പിന്നുള്ളത് നമുക്ക് ട്രെയിൻ മാർഗം, അതായത് ബഡ്ജറ്റ് നോക്കി പോകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ, പ്രത്യേകിച്ച് സോളോ ട്രാവലേഴ്സ്. കാരണം ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യാറുള്ളത് സോളോ ആയിട്ടാണ്. അതുകൊണ്ട് സോളോ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാനെങ്കിൽ ട്രെയിൻ മാർഗം പോകാം. സോ കൊച്ചിയിൽ നിന്ന് ഹിമസാഗർ എക്സ്പ്രസ് ഉണ്ട്, ഡയറക്റ്റ് ജമ്മു താവി വരെ കിട്ടും. സോ നമ്മൾ ശ്രീനഗർ വരെ ഡയറക്റ്റ് ട്രെയിനിൽ പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഷോർട്ട് പ്ലേസ്, അവിടെ നമുക്ക് ട്രെയിൻ കണക്ടിവിറ്റി ഇല്ല. അതായത് നമ്മൾ ഇവിടുന്ന് എറണാകുളം ടു ജമ്മു താവി വരെ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ജമ്മുവിൽ നിന്ന് ഉദംപൂർ വരെ നമുക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്. ഉദംപൂരിൽ നിന്ന് ബനിഹാൾ, ആ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മൾ ബൈ റോഡ് തന്നെ ട്രാവൽ ചെയ്യണം. മറുപടി അവിടുന്ന് നമുക്ക് തിരിച്ച് ബനിഹാൾ ടു ശ്രീനഗർ നമുക്ക് ട്രെയിൻ കിട്ടും. സോ ഇതാണ് നമുക്ക് ട്രെയിൻ വഴി ശ്രീനഗറിൽ എത്താനുള്ള ഒരു മാർഗം. ഇതിനകത്ത് വേറൊരു കാര്യം, ട്രെയിൻ യാത്ര ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ എല്ലാ ദിവസവും, ഫ്രൈഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട്. പക്ഷേ ആ ട്രെയിനിന്റെ സർവീസസ് നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചെങ്കിൽ മാത്രമേ, ചില ദിവസങ്ങളിൽ ആ ട്രെയിൻ, ഞാൻ പോയ സമയത്ത് എനിക്ക് ആ ട്രെയിൻ കിട്ടിയില്ല. കാരണം അന്ന് ഹെവി സ്നോഫോൾ ഉള്ളതുകൊണ്ട്, ട്രാക്കിൽ എന്തോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ ട്രെയിൻ അന്നത്തെ ദിവസം ക്യാൻസൽ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ബനിഹാൾ ടു ശ്രീനഗർ വരെ എത്താനും വീണ്ടും നമ്മൾ ബൈ റോഡ് തന്നെ ട്രാവൽ ചെയ്യണം. അത് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഉള്ളിലേക്കാണുള്ളത്. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് എത്തി അവിടുന്ന് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എന്നിരുന്നാലും അവിടുന്ന് നമുക്ക് കണക്റ്റഡ്, അതായത് ഷെയർ ടാക്സീസ് കിട്ടും, ട്രാവലർ, ടെമ്പോ ട്രാവലർ പോലുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് കുറച്ച് ഉള്ളിലേക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റോഡിലേക്ക് എത്താൻ, ഞാൻ പറഞ്ഞ പോലെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ട്രെയിൻ ക്യാൻസൽ ആവുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ഇന്നോവ, ടവേര അല്ലെങ്കിൽ ടെമ്പോ ട്രാവലേഴ്സ്, അവിടുന്ന് ഷെയർ ടാക്സി പോലെ നമുക്ക് അവിടുന്ന് കിട്ടും ശ്രീനഗറിലേക്ക്. അവർ ട്രെയിൻ ക്യാൻസൽ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 1000 തൊട്ട് 2000, 2500 വരെ ഒരാൾക്ക് പെർ പേഴ്സൺ അവർ ചോദിക്കും. പക്ഷെ നമ്മളതൊന്ന് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ 500 മുതൽ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ലിഫ്റ്റ് മേടിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ബനിഹാളിൽ നിന്ന് ഷെയർ ടാക്സി എടുക്കാതെ അവിടുന്ന് കുറച്ച് ദൂരം എൻ്റെ ബാഗിൽ ലഗേജുമായിട്ട് നടന്ന് റോഡിലെത്തി അവിടുന്ന് വന്ന വണ്ടികൾക്ക് കൈ കാണിച്ച് കയറിപ്പോയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് നിങ്ങൾക്ക് ഷെയർ ടാക്സികൾ കിട്ടും. അവിടെ നിങ്ങൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്യുക. അവിടുന്ന് കയറിയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ശ്രീനഗർ പോയി. സോ വെൻ ടു ട്രാവൽ കശ്മീർ, ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് മോസ്റ്റ്ലി ഹിൽ സ്റ്റേഷൻ, അതായത് കാശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങൾ എനിക്ക് കൂടുതൽ താല്പര്യം സ്നോ ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി തണുപ്പുള്ള സമയങ്ങളിൽ വിസിറ്റ് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അപ്പം കുറച്ച് ആളുകൾക്ക് അതല്ല, സമ്മറിലെ കാശ്മീർ കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ബേസിക്കലി സ്നോ ഉള്ള സമയത്ത് പോകാനുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്നോ ഉള്ള സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ സൗത്ത് സൈഡിൽ നിന്ന്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മോസ്റ്റ്ലി കശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പോകുന്നതിന്റെ പ്രധാന കാരണം സ്നോ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുമ്പം അധികം ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, സ്നോഫോൾ ഉള്ള സമയത്ത് പോകും. അപ്പൊ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, സ്നോഫോൾ ബേസിക്കലി നമുക്ക് കണ്ട് ആസ്വദിക്കാം. പക്ഷെ ഒരു 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 5-10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ മാക്സിമം ഒരു 1 അവർ കൂടുതൽ നിങ്ങൾക്ക് സ്നോഫോൾ നിങ്ങൾക്ക് എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അത് ബേസിക്കലി നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന പോലെ തന്നെയാണത്. നമ്മൾ മഴയത്ത് പോയി നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഷൂസ് എല്ലാം വെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തണുപ്പത്തതും എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ഫെബ്രുവരി 2nd വീക്കിന് ശേഷം, ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഒരു 15th പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങൾ എവിടെ ചെന്നാലും എല്ലായിടും സ്നോ കവർ ആയിട്ട് നല്ല വൈറ്റ് കാണാൻ അത്ര ഭംഗിയായിരിക്കും ആ സ്ഥലങ്ങൾ കാണാൻ. പക്ഷെ സെയിം ടൈം നിങ്ങൾക്ക് സ്നോഫോൾ ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1 ഡേ ഈവനിങ് അല്ലെങ്കിൽ 1 ഡേ മോർണിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്നോഫോൾ കിട്ടും. പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ
ട്രാവലിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യില്ല. കാരണം ആ ഒരു ചെറിയ സ്നോഫോൾ നിങ്ങൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം, സെയിം ടൈം അത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കറങ്ങിക്കാണാം. ഞാൻ പോയത് ഫെബ്രുവരി 3rd വീക്കാണ് ഞാൻ പോയത്. സോ ഞാൻ പോയപ്പം എനിക്ക് കിട്ടിയ സ്നോഫോളാണിത്. എനിക്കിത് ആദ്യത്തെ ദിവസം ആഫ്റ്റർനൂൺ ടൈമിലാണ് എനിക്ക് സ്നോഫോൾ കിട്ടിയത്. ഒരു 1 hour മാത്രമേ ഈ സ്നോഫോൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ യാത്രയ്ക്ക് ഇത് ഒരു വിധത്തിലുള്ള തടസ്സം ഉണ്ടാക്കിയില്ല. പക്ഷേ ഇതേ സമയം നിങ്ങൾ ഡിസംബർ ജനുവരി സമയത്ത് പോകുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കണ്ടിന്യൂസ് സ്നോഫോൾ ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് സ്നോഫോൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പോവും, വെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ റൂമിൽ കയറി ഇരിക്കുക എന്നല്ല, നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് കാശ്മീർ അല്ലെങ്കിൽ സ്നോ ഉള്ള ഏതൊരു ഏരിയ ആണെങ്കിലും എന്നോട് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഫെബ്രുവരി 2nd വീക്കിന് ശേഷം മാർച്ച് 2nd വീക്കിനുള്ളിൽ. അത് എത്ര ദിവസം നമുക്ക് കാശ്മീരിൽ വേണം, എവിടൊക്കെയാണ് നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ. സോ ഇതിൽ ഞാൻ കവർ ചെയ്യുന്നത് മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഇൻ കാശ്മീരാണ്. എത്ര ദിവസം വേണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് 4 ദിവസമാണ് ശ്രീനഗറിൽ ആവശ്യം. അതായത് ഫസ്റ്റ് ഡേ ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ്, അതിൽ അവിടുത്തെ 2 ഫേമസ് ഗാർഡൻ പാർക്ക് ഉണ്ട്, അതുപോലെ ഒരു ശ്രീനഗർ സിറ്റി മ്യൂസിയം ഉണ്ട്, പിന്നെ ഡാൽ ലേക്ക് ആൻഡ് ഷിക്കാര റൈഡ്. ഇതിൽ മസ്റ്റ് വിസിറ്റ് എന്നോട് ചോദിച്ചാൽ എൻ്റെ പ്രിഫറൻസ് ഡാൽ ലേക്ക്, അവിടുത്തെ ഷിക്കാര റൈഡാണ്. അടുത്തത് 2nd ഡേ വന്നിട്ട് സോണാമാർഗ്, 3rd ഡേ പഹൽഗം, 4th ഡേ ഗുൽമർഗ്. സോ 4th ഡേ നിങ്ങൾ ഗുൽമർഗ് കഴിഞ്ഞിട്ട് ഈവനിങ് ആവും നിങ്ങൾ തിരിച്ചെത്താൻ. ഈവനിങ് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്യാബ്, ഞാൻ പറഞ്ഞ പോലെ ഷെയർഡ് ക്യാബ് സർവീസ് നിങ്ങൾക്ക് കിട്ടും. 500 രൂപ തൊട്ട് 1000, 1500, 2000, 2500 വരെ അവർ വില പറയും. പക്ഷെ നിങ്ങൾ നല്ലപോലെ ബാർഗെയിൻ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 900, 1000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ശ്രീനഗറിൽ നിന്ന് തിരിച്ച് ജമ്മു വരെ നിങ്ങൾക്ക് കിട്ടും. വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഇത് ബൈ റോഡ് ഉള്ളത്. അതല്ല നിങ്ങളുടെ ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾ ആ ടൈമിങ്ങിനനുസരിച്ചുള്ള ട്രെയിൻ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞ അതേ പ്ലാൻ പോലെ തന്നെ ജമ്മു ടു ബനിഹാൾ വന്നിട്ട് ബനിഹാളിൽ നിന്ന് ബൈ റോഡ് ട്രാവൽ ചെയ്ത് ഉധംപൂർ വന്ന് ഉധംപൂരിൽ നിന്ന് തിരിച്ച് ജമ്മു വന്നിട്ട് നിങ്ങൾ വരേണ്ടി വരും. അപ്പം എന്നോട് എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം ചോദിച്ചാൽ വൺ സൈഡ് നിങ്ങൾ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുക, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ശ്രീനഗറിൽ നിന്ന് ഒരു ഷെയർ ടാക്സി എടുത്തിട്ട് ജമ്മുവിൽ വരുന്നതാണ് കുറച്ചുകൂടെ. വെയർ ടു സ്റ്റേ ഇൻ കാശ്മീർ. സോ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ഓപ്ഷൻ സോളോ ട്രാവലേഴ്സ് ആയിട്ട് പോകുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു 800 രൂപീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1000, 1500, 2000 വരെ നിങ്ങൾക്ക് റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവിടുത്തെ ഹൗസ് ബോട്ടിൽ താമസിക്കുക. അതവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏരിയ ഡാൽ ലേക്കിൽ ആണ് അവിടുത്തെ ഹൗസ് ബോട്ടുകൾ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അവിടെ കുറച്ച് അവർ റേറ്റ് അധികമായിട്ടായിരിക്കും പറയുക. ഒരു 2000, 2500 വരെ ഒരു റൂമിന് പറയാം. സോ അതിനകത്ത് നിങ്ങൾ സോളോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് ഷെയർ ചെയ്യാനും പറ്റത്തില്ല. ബട്ട് സെയിം ടൈം ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നവർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. നിങ്ങൾ 4 പേര് ചേർന്നിട്ട് അല്ലെങ്കിൽ 3 പേര് ചേർന്നിട്ടൊക്കെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഫണ്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. സോ അഗൈൻ കമ്മിങ് ടു സോളോ ട്രാവലേഴ്സിന് ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രീനഗറിൽ തന്നെ ലോക്കൽ അവിടുത്തെ ഹോട്ടൽസിൽ, കഫേസിൽ ഒരുപാട് റൂംസ് അവിടെ അവൈലബിൾ. 800 to 1000 നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റൂം കിട്ടും. ഇനി ഡാൽ ലേക്കിലെ ബഡ്ജറ്റ് ഒരുപാട് അവർ പറയുന്ന പ്രൈസ് നിങ്ങൾക്ക് ഒരുപാട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ നിൽക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഡാൽ ലേക്കിൽ നിന്ന് കുറച്ചും കൂടി നിങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ ശ്രീനഗർ ടൗണിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ലേക്കിന്റെ തന്നെ വേറൊരു പാർട്ട് അവിടെ ആ ഭാഗത്തേക്കുണ്ട്. അതായത് ഒരു കനാൽ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ വൈഡർ ആണ്. ഒരു ലേക്ക്, ചെറിയൊരു ലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും ഹൗസ് ബോട്ട് സർവീസ് ഉണ്ട്. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങും മൂവ് ആകത്തില്ല. നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ ഹൗസ് ബോട്ട് മൂവിങ് ഹൗസ് ബോട്ട്സ് അല്ല, അത് ഒരിടത്ത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടുകളാണ്. പക്ഷെ ആ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആ ലേക്കിലെ ഒരു 1 night സ്റ്റേ ഈസ് വെരി ഗുഡ്. സോ ഞാൻ ഈ പറഞ്ഞ ഏരിയയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1500 to 1800 നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റൂം കിട്ടും. ഞാൻ താമസിച്ച റൂം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. ഗൈസ്, ഇതാണ് ഞാൻ നിന്ന ഹൗസ് ബോട്ട്. ഇത് ദാൽ ലേക്കിലല്ല, ദാൽ ലേക്കിൽ നിന്ന് കുറച്ച് മാറി ഞാൻ മുമ്പേ പറഞ്ഞ ലൊക്കേഷനിലാണ് ഈ ഹൗസ് ബോട്ട്. എനിക്ക് ഒരു ദിവസത്തിന് 1800 രൂപയാണ് ചാർജ് ആയത്. സോ ഈ ഹൗസ് ബോട്ടിൽ മൊത്തത്തിൽ 4 റൂമുണ്ട്. ഞാൻ അതിലൊരു റൂമിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പം ഞാൻ സോളോ ആയതുകൊണ്ട് തന്നെ ആ 1800 രൂപീസ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അഫോർഡ് ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പഹൽഗം, സോണാമാർഗ്, ഗുൽമർഗ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്യാബ് സർവീസ് മാത്രമേ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ക്യാബ് ഹയർ ചെയ്യുമ്പോൾ അവരൊരു ക്യാബിൻ്റെ റേറ്റാണ് പറയുക. ഒരു ദിവസത്തിന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഗുൽമർഗ് ആണെങ്കിൽ നിങ്ങൾ ഗുൽമർഗ് പോയിട്ട് വരുന്ന 2500 രൂപ, 3000 രൂപ എന്ന് പറയും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിൽ മറ്റ് ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ഈ മെയിൻ ലൊക്കേഷൻസ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും.
സോ ഇത് ഞാൻ ഇന്ന് ഹൗസ് ബോട്ടിൻ്റെ ഓണറാണ്. പുള്ളി മോർണിംഗ് ടീ നമുക്ക് 1800 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എനിക്ക് തന്നിരുന്നത്. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് ശ്രീനഗറിലെ ആദ്യത്തെ ദിവസം ഡാൽ ലേക്ക് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡാൽ ലേക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഷിക്കാര റൈഡും മസ്റ്റ് വിസിറ്റ് ആണ്. ഷിക്കാര റൈഡ് നിങ്ങൾ അവിടെ റൈഡിന് ഡാൽ ലേക്കിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണാം, ഗവൺമെൻറ് അപ്രൂവ് ബോർഡാണ്. പക്ഷേ അതിലെ ചാർജസ് 1500, 2000, 1000 അങ്ങനെ വലിയ എമൗണ്ടാണ് അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അത് ഗവൺമെൻറ് അപ്രൂവ് ബോർഡ് ആയതുകൊണ്ട് നമുക്കൊരു ഡൗട്ടും വരും, നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടിയും വരും. പക്ഷേ അങ്ങനല്ല. ബോർഡിൻ്റെ ബിഹൈൻഡ് എന്താണ് അതിൻ്റെ സ്റ്റോറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഷിക്കാർ റൈഡ് വെറും 300 രൂപയ്ക്കാണ് അവരെന്നെ കൊണ്ടുപോയത്. സോ നിങ്ങൾ ഷിക്കാർ റൈഡ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ആണ് അവിടെ മൊത്തം. നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ, ലൈവ് കബാബ്സ് എല്ലാം അടുത്ത് വേറൊരു ചെറിയ ബോട്ടിൽ ഇങ്ങനെ അവർ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കഴിക്കണമെങ്കിൽ അവിടെ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കബാബ് ചുട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി. ഗൈസ്, ഇത് ഗുൽമർഗ് ഞാൻ കാണാൻ പോയ ദിവസത്തെ വീഡിയോ ആണ്. പോകുന്ന വഴി വളരെ മനോഹരമായ നല്ല നല്ല കാഴ്ചകളുള്ള റൂട്ടാണ് ഗുൽമർഗിലേക്കുള്ള യാത്ര. ഏകദേശം 1.5 മണിക്കൂർ തൊട്ട് 1.25 മണിക്കൂറാണ് ശ്രീനഗർ തൊട്ട് ഗുൽമർഗ് വരെയുള്ള നമുക്ക് ട്രാവൽ ടൈം വരുന്നത്. അപ്പം ഗുൽമർഗിൽ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ഇത് ആക്ച്വലി എൻ്റെ വീഡിയോയുടെ 4ാമത്തെ, അതായത് ശ്രീനഗറിലെ എൻ്റെ 4ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം ഞാൻ പോയത് സോൺമർഗ്, 3ാമത്തെ ദിവസം പഹൽഗമുമാണ് പോയത്. 2 ദിവസത്തെയും ട്രാവൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാനായിട്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. കാരണം പഹൽഗമും സോണമർഗും നമ്മൾ പോകുന്ന പോലെ തന്നെയുള്ള ഏകദേശം ഒരേപോലെയുള്ള കാഴ്ചകളാണ് ഗുൽമർഗിൽ നമുക്കുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ 3 സ്ഥലത്ത് പോകുമ്പോഴും നോക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ഇതിൽ പറഞ്ഞുതരാം. സോ ഗൈസ്, ഗുൽമർഗിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗുൽമർഗിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗൊണ്ടോള റൈഡ്, അത് മസ്റ്റ് ഡു ഐറ്റമാണത്. സോ ഗൊണ്ടോള റൈഡിൻ്റെ ടിക്കറ്റ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഗൊണ്ടോള റൈഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, phase 1, phase 2 2 phase ആണ് ഗൊണ്ടോള റൈഡിനുള്ളത്. നിങ്ങൾ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും phase 2 തന്നെ സെലക്ട് ചെയ്യുക. phase 1 എന്ന് പറയുമ്പോൾ മൊത്തം ദൂരത്തിൻ്റെ പകുതി വരെ പോകത്തുള്ളൂ. phase 2 ആണ് ഏറ്റവും ടോപ്പ്. സോ phase 2-ൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയിരിക്കണം ആ ഗൊണ്ടോള റൈഡ് എടുത്ത്. റൈഡിൻ്റെ ടിക്കറ്റ് വരുന്നത് phase 1-ലേക്ക് 810 രൂപയും phase 2-ലേക്ക് 1010 രൂപയാണ്. സോ 1010 രൂപ ഇറ്റ്സ് വർത്തി ഗൈസ്. സോ phase 2-ൻ്റെ ടിക്കറ്റ് എടുക്കുക, ഗൊണ്ടോള റൈഡ് ട്രൈ ചെയ്യുക. ഗൊണ്ടോള റൈഡ് ട്രൈ ചെയ്ത് നിങ്ങൾ phase 2-ൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ പറയുന്നത് വെറുതെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത്രത്തോളം ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. അതുപോലെ നിങ്ങൾ ആ സ്ഥലത്ത്, അതായത് phase 2-ൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈമിങ്സ് നിങ്ങൾ നോക്കിക്കോളുക. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് അവിടുത്തെ ക്ലൈമറ്റ് മാറുക. സോ നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ്, ഫോട്ടോസ് എല്ലാം അവിടുത്തെ വെച്ച് കളക്ട് ചെയ്യുക. സോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ്. phase 2-ലെയാണ് ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഗൊണ്ടോള റൈഡിന് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് നിങ്ങൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തില്ല, നിങ്ങൾ വാക്ക് ഇൻ ടിക്കറ്റ് ആണ് പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അത് സ്നോ കൊണ്ട് ഫുള്ളി കവേർഡാണ്. അവിടുത്തെ എന്തൊക്കെ ഗൈഡ്, അതായത് ആരോ മാർക്സ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവിടുത്തെ ലോക്കൽ ഗൈഡ്സ് സ്നോയും ചെളിയും കൊണ്ട് മറച്ചു വെക്കും. കാരണം നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി ടിക്കറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി. സോ ഡയറക്റ്റായിട്ട് നിങ്ങൾ ടിക്കറ്റ് പോയി എടുക്കുകയാണെങ്കിൽ അതിന് 810 രൂപ അല്ലെങ്കിൽ 1000 രൂപ താഴെ വരത്തുള്ളൂ. അത് ഗൈഡ് എടുത്ത് തരാമെന്ന് പറയും, പക്ഷേ അത് ഏകദേശം 2000 രൂപയ്ക്ക് മേളിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോൽക്കൊണ്ട റൈഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മിസ്സായി പോയ 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഗോൽക്കൊണ്ട റൈഡിന് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ മറന്നു പോയെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഡയറക്റ്റ് വാക്ക് ഇൻ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പക്ഷേ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പ്രശ്നം, നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ കാർ പാർക്കിൽ നിന്ന് നടന്ന ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റത്തില്ല. അത് ഒരു ഇച്ചിരി ഉള്ളിലേക്കാണ് അതിൻ്റെ ഓഫീസ് ഉള്ളത്. അപ്പോൾ നമ്മളോട് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 50-ൽ പരം ഗൈഡുകളാണ് ഉള്ളത് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവിടെ ഏകദേശം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയ 2 മണിക്കൂർ 3 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. അത്രയും ക്യൂ നിന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ റൈഡിൻ്റെ സമയം കഴിയും. അതുകൊണ്ട് അവർക്ക് ഇന്റേണലി അവർക്ക് പോയി പാസ് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ പാസ് എടുത്ത് തരാം. phase 2-ൻ്റെ പാസ്, phase 1-ൻ്റെ പാസ് അവർ എടുത്ത് തരാമെന്ന് പറയും. അതിൻ്റെ കൂടെ അവർ ഗൈഡ് എല്ലാം ചെയ്തു തരാമെന്ന് പറയും. പക്ഷെ അതിൻ്റെ കാര്യമില്ല. ആ സ്കാമിൽ നിങ്ങൾ പോയി വീഴരുത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നൊരു മെയിൻ കാര്യം, ആ ഓഫീസിലേക്കുള്ള വഴിയിൽ അതായത് സൈനേജ് ബോർഡ്സ് കാണും ആ കൗണ്ടറിലേക്ക് പോകാനുള്ള. പക്ഷെ ആ സൈനേജ് ബോർഡ്സ് എല്ലാം ഇവരെന്താ വെച്ചാൽ സ്നോ കൊണ്ടും ചെളി കൊണ്ടും ഇവരത് മൂടി വെക്കും. അതുകൊണ്ട് നമുക്കത് കാണാനും പറ്റത്തില്ല. നമ്മൾ നോക്കിയ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത പോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അവിടെ ഒന്ന് നടന്ന് നിങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വെറും 810 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുക phase 1-ലേക്ക്. phase 2-ലേക്കാണെങ്കിൽ 1010. ആ 1010 രൂപയുടെ ടിക്കറ്റിനാണ് അവർ 2500 രൂപ 3000 രൂപ വരെ ചാർജ് ചെയ്യുക. സോ ഈ സ്കാം ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ബെറ്റർ ഓപ്ഷൻ ഞാൻ പറഞ്ഞ
ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഗൊണ്ടോള റൈഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ഡേറ്റ് ടൈമിംഗ് കൊടുത്തിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഡയറക്റ്റായിട്ട് പോവുക, ഗൊണ്ടോള റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുക, തിരിച്ചു വരിക. അതേപോലെ തന്നെ നിങ്ങൾ ഗൊണ്ടോള റൈഡ് നിങ്ങൾ സോണാമർഗ്, പഹൽഗം, ഗുൽമർഗ് ഈ 3 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പം നിങ്ങൾ പോകുന്ന വഴിയിൽ ഏകദേശം ആ പ്ലേസ് എത്താറാവുമ്പം നിങ്ങളുടെ ഡ്രൈവർ പറയും, അതായത് പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഗം ബൂട്ടുകൾ, റബ്ബർ ബൂട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ചെന്ന് സ്നോയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമൽ ഷൂസും സോക്സും വെറ്റാവും. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊണ്ട് നിർത്തും. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവറിന് ആ ഷോപ്പിലെ ആളുമായിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കമ്മീഷൻ ബേസ് സിസ്റ്റം കാണും. അതുകൊണ്ട് ആ കടക്കാർ നിങ്ങളോട് ഒരു ബൂട്ടിന് 800 രൂപ 600 രൂപ റേറ്റ് പറയും. മാക്സിമം 200 രൂപ അല്ലെങ്കിൽ 250 രൂപയിൽ കൂടുതൽ ഒരു ബൂട്ടിന് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഡ്രൈവർ നിർത്തുന്ന കടയിൽ നിങ്ങൾ മേടിക്കാതെ നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട്, ഒരുപാട് കടകളുണ്ട്, കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിർത്തിയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ബൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ 150 തൊട്ട് 200 250 രൂപ വരെ മാക്സിമം നിങ്ങൾക്ക് നല്ല ഗംബൂട്ട് കിട്ടും. ഗംബൂട്ട് യെസ് നിങ്ങൾക്ക് അത് ആവശ്യമാണ്. കാരണം നിങ്ങൾ അവിടെ പോയിട്ട് സ്നോയിൽ ഇറങ്ങി നിങ്ങൾ എന്താ പറയുക, സ്നോയിൽ ഇറങ്ങി നിങ്ങൾ നടക്കണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ നിങ്ങളുടെ നോർമൽ നമ്മുടെ ഷൂസ് പോയി കഴിഞ്ഞാൽ അത് വെറ്റാവും. ആ ക്ലൈമറ്റിൽ നമ്മുടെ കാല് വെറ്റായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഗംബൂട്ട് നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഹയർ ചെയ്യുക, യൂസ് ചെയ്യുക, തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുക. So I hope this video was helpful for planning a Kashmir trip. Thank you so much. Have a good day. Bye bye.